മോർണിംഗ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല, ഇന്നും സൺഡേ തന്നെയാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കെങ്കിലും ഇതൊക്കെ വീഡിയോസൊക്കെ. അതേപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണെന്നൊന്നുമില്ല, എനിക്ക് കുറച്ചൊക്കെ മടിയുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഏകദേശം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇതാക്കണ്ട. കേർട്ടൻസൊക്കെ ഇങ്ങനത്തെയാണ് നമ്മളുടെ കേർട്ടൻ. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല. കണ്ടോ, കേർട്ടൻസൊക്കെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെക്കും. നോക്കാം, ഇവിടെ കേർട്ടൻസും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. തണുത്ത കാറ്റൊക്കെ കാണാം. പക്ഷെ രാത്രി മാത്രമേ ഞാൻ ഈ സൈഡിലുള്ള കാറ്റ് മറ്റങ്ങനെ കണ്ടോട്ടെ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ കൂടുതലും വീഡിയോസൊന്നും ഇടാറില്ല. പിന്നെ എന്നൊക്കെ പറയുമ്പോൾ മടിയാണ്, ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇനി മുതൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു കഴിവ് ഞാൻ കാണാം എന്ന് പറയുമ്പോൾ ആർക്കറിയായിരിക്കില്ലേ, ചിലവർക്ക് അറിയിക്കും എനിക്ക് ഈ ഒരു കഴിവുള്ള കാര്യം തന്നെ. ചിലവർക്ക് മാത്രം. ഇതൊക്കെ ഉണ്ടോ, എനിക്ക് ഏറ്റവും കൂടുതലുള്ളൊരു കഴിവ് ഞാൻ പഠിച്ചതിന് എൻ്റെ അനിയത്തിക്കും അറിയാം. അനിയത്തിയല്ല, ഒരു കസിൻ ആയിട്ട് കരുതിയാൽ മതി. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് എൻ്റെ ഈ കഴിവ്. ഇതെന്ന് മനസ്സിലായവരോട് ഞാൻ പറയാം. ഞാനിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണവർക്കുള്ളവർക്കായിരിക്കും ഇതുണ്ടാവുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്ത കഴിവിൻ്റെ കഴിവ് എന്നല്ല, അതിൻ്റെ സംഭവത്തിൻ്റെ പേരാണ്. സംഭവത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ സംഭവത്തിൻ്റെ പേര് എക്സ്പെക്റ്റ് എന്നാണ്. അതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പണ്ടേ ചെയ്ത് മുതൽ തുടങ്ങൂല, പക്ഷെ കുറച്ച് മുൻപ് ഞാൻ ചെയ്യാൻ തുടങ്ങിയൊരു കാര്യമാണ് ഇതൊക്കെ. പിന്നെ ഈ ബെഡിങ് ക്ലീനിങ്സൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ അധികം ഭയങ്കര ഇതല്ല, ചീപ്പല്ല. എൻ്റെ ചിലവർ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ കവർ മാറ്റിയ കാര്യമാണ്. കവറല്ല ഗൈസ്, ഇത് ജേർണലിങ് കവറാണ്, ഞാൻ ചെയ്തിട്ട് ഇതാക്കിയതാണ്. അപ്പം എല്ലാവർക്കും ഇന്ന് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗിൻ്റെ ഒരു സംഭവം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഇതാണ് എൻ്റെ ബെഡ്റൂം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കല്ലേ എൻ്റെ ഈ ഒരു ബെഡൊക്കെ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്രാവശ്യം ഞാൻ ഇവിടെ ബെഡ് മാറ്റിയതാണ്. മറ്റേ ബെഡ് തന്നെ, ഇതിനുള്ള ബെഡ് തന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.